ഞാനുണ്ടല്ലോ ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഒരു സാധനം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സാധനം വേറൊന്നുമല്ല, കുറച്ച് ഹെയർ ബാൻഡുകളാണ്. അപ്പോൾ ഈ ഹെയർ ബാൻഡുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണന് കുറച്ച് മുടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ണൻ കുറച്ച് ബാക്ക് സൈഡിൽ മുടി വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒന്ന് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. അത് ഞാൻ അവന് സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പോയ ഗ്യാപ്പിൽ അവൻ എൻ്റെ പുറകെ വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുടി കെട്ടിക്കൊടുക്കാൻ പോയപ്പോഴേക്കും അവൻ്റെ മുടി വെച്ചിട്ടുള്ള മുടിയാട്ടുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. മുടി വെച്ച് അവൻ എനിക്ക് ഇത്രയും മുടിയായി എന്നൊക്കെ പറഞ്ഞ് കാണിക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് എന്താ മുടി കെട്ടി കൊടുക്കാമെന്ന് കരുതി. ഇടയ്ക്കിടയ്ക്ക് അവനിങ്ങനെ പറയും എന്നോട് മുടി കെട്ടി തരാൻ പറയുമ്പോൾ ഞാനങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹെയർ ബാൻഡുകളൊക്കെ വീട്ടിലിരിക്കുന്നതൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കാറുണ്ട്. സുതപ്പന് മുടി കെട്ടി എനിക്ക് നല്ല പരിചയമാണല്ലോ. അപ്പോൾ ഇത് കെട്ടുമ്പോൾ അവൻ പറഞ്ഞിട്ടോ നന്നായിട്ട് മുറുകണമെന്നൊക്കെ. അപ്പോൾ കുറച്ച് മുടി ആയിട്ടുണ്ട്. മുടി ഭയങ്കര ഇഷ്ടമുണ്ട് കണ്ണന് മുടി ഇഷ്ടമായതുകൊണ്ടാണ് സുധുവിന് അത്രയും മുടി ഉണ്ടായിരുന്നത്. അപ്പോൾ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിക്കണേ ഇങ്ങനെ ബാക്കിൽ കാണാൻ പറ്റണ്ട ചെറിയൊരു നൈസ് റബ്ബർ ബാൻഡ് പോലത്തെ ഹെയർ ബാൻഡൊക്കെയാണ് നമ്മൾ കെട്ടിയിരുന്നത്. അപ്പോൾ കെട്ടിയൊക്കെ വെച്ച് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ അമ്മനെ വിളിക്കണേ ഞങ്ങൾ. അപ്പോൾ അമ്മ അവിടെ എന്തോ ഒതുക്കി പെറുക്കലും കാര്യങ്ങളൊക്കെയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവർ ശ്രുതിയുടെ വീട്ടിലേക്ക് പോകണേണ്ട. അവിടെ ഒരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോകാൻ പോണേണ്. അപ്പോൾ അമ്പലത്തിലും പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പുറകെ അമ്പലത്തിൽ പോവും. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ ഇറക്കാൻ പോണേണ്ട. കുറച്ചായില്ലേ നമ്മുടെ താറുകുട്ടനെ നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ യാത്ര പോകുമ്പോഴാണെങ്കിൽ എപ്പോഴും രാത്രി ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ താറുകുട്ടനെ ഇറക്കാൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി അവിടെ ഇങ്ങനെ റെഡിയായൊക്കെ കഴിഞ്ഞ് എന്നാലും അവളിങ്ങനെ നോക്കണേണ് എന്താണ്ടൊക്കെ എടുക്കാൻ മറന്നു. അപ്പോൾ ഇന്ന് അവർക്ക് വൈകുന്നേരം ഒരു പരിപാടിയും ഉണ്ട് അടുത്ത വീട്ടിൽ തന്നെ ഒരു പരിപാടിയുമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ മകൾക്ക് വേണ്ടിയിട്ട് മേക്കപ്പ് ബാഗും പിടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മായിമ്മനാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ അമ്മ ശ്രുതിനോട് ഈ ബാഗ് കൊണ്ടുപോകണല്ലോ എന്നൊക്കെ ചോദിക്കണമായിരുന്നു. അപ്പോൾ അതിനുള്ള ക്രീം കാര്യങ്ങളൊക്കെ അവളുടെ കയ്യിൽ കൊടുത്ത് അമ്മ അവരെ യാത്രയാക്കാനും ഞങ്ങൾ എവിടെ ആര് പോകുന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് ആരെവിടെയോ പോകുന്നുണ്ടെങ്കിലും എല്ലാവരും എറാത്ത് വന്ന് നോക്കിയിരിക്കോട്ടെ. അത് ഞങ്ങളുടെ പണ്ടേ മുതലുള്ളൊരു ശീലമാണ്. അപ്പോൾ ആ ശീലം ഇതുവരെ ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല. ആര് എന്ത് പണിയാണെങ്കിലും ശരി അതവിടെ ഇട്ടിട്ട് വന്നിട്ട് ഞങ്ങൾ നോക്കിയിരിക്കോട്ടെ. അവർ പോകുമ്പോൾ ടാറ്റ കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഇതാണ്. അപ്പോൾ കണ്ണനാണെങ്കിൽ അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി അപ്പുറത്തെ സൈഡിൽ എന്താണ് വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫോണിനാണെങ്കിൽ ഇത്തിരി ക്ലാരിറ്റിയൊക്കെ കുറഞ്ഞെന്നും പറഞ്ഞ് ഞാൻ പരാതി പറയണമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡി ആവട്ടെ. ടാറ്റാ.